നല്ല പടമാണ്, നല്ല രസമുണ്ട്. എടുത്തു പറയാൻ ചിരിക്കാനുണ്ട്. നല്ല കഥ, നല്ല പടം. അതിൽ വില്ലന്മാർ രണ്ടുപേരുണ്ട്, അവരാരും മറക്കില്ല. ഡാൻസ് ആയിട്ടുള്ള അടിയാണ്. നല്ല സിനിമ, നല്ല മേക്കിംഗ്, മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ. പക്ഷേ പടത്തിന് ആൾ കുറവാണ്, എന്താണെന്ന് അറിയാം. പക്ഷേ നല്ല സിനിമ, തിയേറ്ററിൽ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്, എല്ലാവരും പെട്ടെന്ന് പോകും. സംഭവം ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്, ഒരു പിടി തരാത്തൊരു ലെവലാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ലൊരു പെർഫോമൻസ് എല്ലാവരും കൊള്ളാം. ലുക്മാനൊക്കെ പൊളിച്ചിട്ടുണ്ട്. സ്റ്റോറി ലൈൻ വളരെ ചെറിയൊരു സ്റ്റോറി ലൈനാണ്. കഥാപാത്രങ്ങളുടെ പേരൊക്കെ തന്നെ രസമുണ്ട്. കാളഹസ്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഓരോ കഥാപാത്രങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നല്ല രസമുള്ള പേരുകളാണ്. സംഭവം ആക്ഷൻ മൂഡാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ആക്ഷൻ ഉണ്ട്, കള്ള് ഷാപ്പിൽ, അതൊക്കെ അതിന് മുമ്പ് ഒരു വൈബ് സോങ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് ആയാലും ആക്ഷൻ. നമുക്കെന്താ പറയില്ല, ഒരു സ്റ്റോറി ലൈനിന്, ഒരു ചെറിയ സ്റ്റോറി ലൈനിന് അവർ നല്ലൊരു വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ലൂക്മാന്, നമ്മുടെ ചെമ്പം വിനോദ്, പിന്നെ അങ്കമാലിയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പയ്യൻ, വേറൊരു പയ്യനുണ്ട്, അവർ സഹോദരനായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര വൈബാണ്. എനിക്കൊന്ന് യൂത്തിന് കുറേ കൂടി ഈ പടം ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എന്താ പറയുക, സിനിമ ആസ്വാദകനാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴേ രസമുണ്ട്. ആ സൗണ്ട് ഡിസൈന്, ആ കളർ ഗ്രേഡിങ് എല്ലാം ആ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പടമാണ്. സിനിമയ്ക്കൊരു ചില ട്വിസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ട ആ ഒരു, അതിൽ നഞ്ചിയമ്മ പാടിയ പോലെ ഇതിൽ വേറൊരു ടൈപ്പ് മ്യൂസിക് ഇവർ പിടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു രസമാണ്. എന്താ പറയുക, ഒരു വെറൈറ്റി സിനിമ കണ്ട ഒരു ഫീല് ഉറപ്പായിട്ടും കിട്ടും. അത് തിയേറ്ററിൽ തന്നെ കാണും. എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതിൽ ഈ ബോംബ് പൊട്ടുന്നതും വെടിയും അതിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. ഭയങ്കര തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ആക്ഷൻ ഉണ്ട്, 2 ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അത് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് കള്ള് ഷാപ്പ് ഫൈറ്റ്, ഒന്ന് പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് ഫൈറ്റ് ഉണ്ടെന്ന്. അതൊക്കെ നല്ല രീതിയിൽ എക്സിറ്റ്. വയലൻ്റ് ആണ്, റോ ആണ്, ഒരു റോ നേച്ചറാണ് പടം. ചീത്തവിളിയുണ്ട്, കുറച്ച് അഡൽട്ടറി ടോക്സ് ഉണ്ട്, പക്ഷെ ഒരു വെറൈറ്റി പടം. പറയുന്നില്ല, അടിപൊളി പടം. ആള് കുറവാ, പക്ഷെ പടം ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി മേക്കിങ് അല്ല, സൂപ്പർ പടം. മറ്റേ നമ്മളെ ഇപ്പോൾ വന്ന് വിജയിച്ച എല്ലാ പടത്തിൻ്റെയും കൂടെ ചേരേണ്ട പടമാണ്. മൗത്ത് പബ്ലിസിറ്റി കിട്ടുമെന്ന് അറിയില്ല. മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഉണ്ടാവും. അടിപൊളി പടം, ഒരു രക്ഷയില്ല. മേക്കിങ് എല്ലാം സൂപ്പർ, എല്ലാം. ഒരു ആക്ഷനൊക്കെ ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. നമ്മളെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ടൈപ്പ് സംഭവം. സൂപ്പർ പടം സൂപ്പർ പടമാണ്, രക്ഷയില്ല. എന്താ പറയുക, ആ പുള്ളിക്കാരൻ്റെ ഒരു മേക്കിംഗ്. ഇപ്പം ചെമ്പൻ്റെ അനിയൻ്റെ പടമാണ് സംഭവം. ഒരു ലിജുവിൻ്റെ പടം കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ജെല്ലിക്കെട്ട്, മറ്റേ അങ്കമാലി ഡയറീസൊക്കെ അങ്ങനത്തെ ഒരു എഫക്റ്റിലാണ് സാധനം കൊണ്ടുപോകുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലന്മാരായിട്ട് 2 പേരുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് പരിചിതമാണ്. എനിക്ക് പേരത്ര പറയാൻ ക്ലിയർ ആവുന്നില്ല, എന്നാലും ഞാൻ പറയുന്നില്ല. അവരുടെ പെർഫോമൻസ് ഒക്കെ കിട്ടില്ലായിരുന്നു. ഒരു മോശം ഫീലിംഗും തോന്നിയിട്ടില്ല പടത്തിനകത്ത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട് സംഭവം. വേറെ എന്താ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്നുമില്ല. ഒരു പുതിയൊരു മേക്കിംഗ് ആണ്. നമുക്ക് ഇപ്പം കാണാം, മോളിവുഡ് കുറച്ച് ചേഞ്ച് ആയിട്ട് വരെയാണ്, മേക്കിംഗ് സ്റ്റൈലിലാണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലൊക്കെ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രീതിക്ക് തന്നെ പടം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു അങ്കമാലിയൊക്കെ കണ്ട ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനത്തെ രീതിക്കാണ് ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇതിനെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ തോന്നിയിട്ടുണ്ട്. ഫൈറ്റിനൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ നമ്മളിവിടെ കണ്ട് വേറെ രീതിയിലൊക്കെ എടുത്തിരിക്കുന്നു, ഒരു നാടൻ പാട്ട് ശൈലിയിലൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ഫൈറ്റ് നമ്മളിതുവരെ കാണാത്ത രീതിയിലുള്ളൊരു എടുത്തിരിക്കുന്നു. നമ്മൾ ഈ ട്രെയിലർ കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല, എന്താണ് ഒരു ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ട്രെയിലർ കണ്ടാവുന്ന മനസ്സിലാവും. എന്താണ് ഈ സംഭവം വരുന്നത്, എന്താണ് പടത്തിൽ, എന്താണ് ഒരു കണ്ടു നോക്കുന്നതല്ലേ നല്ലത്, പറയുന്ന രീതിയിലല്ല, കണ്ട് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ജോണർ, എന്തായിരിക്കും പറഞ്ഞത്? ഒരു ആക്ഷൻ ഓറിയന്റഡ് ഉള്ള സമയമാണോ, കോമഡി ആണോ? ആക്ഷൻ റിലേറ്റഡ് ആണ്.